ഹായ്, ഞാൻ ശ്രീത്ത് മലബാർ ടെക്കാനുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഗാരേജിൽ വന്ന കംപ്ലയിൻറ്റ് വെച്ചാൽ ഒരു മാരുതി 800ൻ്റെ കംപ്ലയിൻ്റ് ആണ്. മാരുതി 800 ഒരു ഹമ്മിങ് നോയ്സ് ആയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ എഞ്ചിൻ്റെ ടൈമിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഹമ്മിങ് നോയ്സ്, ഒരു ബാരിങ് ഓയിൽ സൗണ്ട്. അപ്പോൾ അങ്ങനെ ബെൽറ്റൊക്കെ അയച്ചിട്ട് നമുക്ക് നോക്കണം എന്താ കംപ്ലയിൻ്റ് എന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ഒരു ഹമ്മിങ് നോയ്സ് കേൾക്കാം, അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കംപ്ലയിൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ഡൈനോ ബെൽറ്റും എ സി ബെൽറ്റും അയച്ചു. അതിൻ്റെ പുള്ളി തിരിച്ചു നോക്കിയപ്പോൾ വാട്ടർ പമ്പിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈം ബെൽറ്റ് അയച്ച് വാട്ടർ പമ്പ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. आएगा इतना MGB में भी पैसा नहीं है. लीक देखो नहीं है, नहीं सील बाल का और पैकिंग. അപ്പോൾ ഇതാണ് വാട്ടർ പമ്പ്. ഇതിന് 10ൻ്റെ ബോൾട്ട് കാണാം റൗണ്ടിൽ. അപ്പോൾ ആ ബോൾട്ടൊക്കെ അയച്ചെടുത്തിട്ട് നമുക്ക് വാട്ടർ പമ്പ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. വാട്ടർ പമ്പുകൾ വാങ്ങിയിട്ട് 1255 രൂപ. മാരുതിൻ്റെ ജെന്യൂൻ പാർട്സാണ്. ഇതിൻ്റെ പാക്കിങ് കൂടെ വരും. ആ പാക്കിങ് നമ്മൾ എക്സ്ട്രാ വാങ്ങണം. ആ പാക്കിങ് വാട്ടർ പമ്പിൻ്റെ കൂടി ഫിറ്റ് ചെയ്യാം.
वास्ती हेल्प करेगा उसमें। ये अंदर में है നെയിം ബെൽറ്റും ടെൻഷണർ ബെയറിംഗ് മാറ്റുന്നുണ്ട്. ടെൻഷണർ ബെയറിംഗ് മാരുതി ജെന്യൂൻ പാർട്സിന് 295 രൂപ വില വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്ററും ബെൽറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ടൈം ബെൽറ്റിന് 840 രൂപയാണ് വില വരുന്നത്. പുറമെ വാങ്ങുകയാണെങ്കിൽ ലോക്കൽ ബെൽറ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു 450 രൂപക്കൊക്കെ ബെൽറ്റ് കിട്ടും. ഇതും മാരുതി ജെന്യൂൻ പാർട്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ചിലപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഡൈനാമോൻ്റെ ബെൽറ്റും കംപ്ലൈൻ്റ് ഉണ്ട്. ഇതും ജെന്യൂൻ പാർട്സാണ്. 105 രൂപ വരുന്നുള്ളൂ. നമ്മൾ പുറമേ വാങ്ങുന്ന ബെൽറ്റിന് 110, 115 രൂപ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു പോർഷൻ പണിയെടുക്കുമ്പോൾ മാക്സിമം ആ ഭാഗത്തുള്ള കംപ്ലൈൻ്റൊക്കെ തീർക്കുന്നത് എത്രയും നല്ലതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലായി വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ എന്തെങ്കിലും ഹമ്മിങ് മോഡൽ സൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ജസ്റ്റ് ഗിയറിൽ കൊണ്ട് കാണിക്കുക. ഈ സൗണ്ടും കൊണ്ട് തന്നെ ഓടി ചിലപ്പോൾ വണ്ടി ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ചിലപ്പം പിന്നെ എഞ്ചിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.